ഇവിടെ കാണിച്ചു തരുന്ന പോകുന്നത് നിങ്ങൾക്ക് ഈ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ വ്യൂസ് എത്രയുണ്ട്? വ്യൂസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. 87 മില്യൺ വ്യൂസ്, 72 മില്യൺ വ്യൂസ്, 71 മില്യൺ വ്യൂസ്, ഓക്കെ, 45 മില്യൺ വ്യൂസ്, 33 മില്യൺ വ്യൂസ്, 26 മില്യൺ വ്യൂസ്. ഇതുപോലെ നമുക്ക് വ്യൂസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് ഫുള്ളായിട്ട് ഞാൻ ഒരു ചാനൽ ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു ചാനൽ എടുത്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾഡ് വീഡിയോ, പോപ്പുലർ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. എല്ലാം മില്യൺ വ്യൂസാണ് കേട്ടോ. എല്ലാം മില്യൺ വ്യൂസാണ്. 17 മില്യൺ, 15 മില്യൺ, 12 മില്യൺ, 11 മില്യൺ, 10 മില്യൺ, 10 മില്യൺ. ഇതുപോലെ നമുക്ക് ഷോർട്ട് വീഡിയോയിൽ ഇങ്ങനത്തെ 10 മില്യൺ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടി. അപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടന്റ്. ഈ ആകെ വേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് ടോയ്സുകൾ മാത്രമേ വേണ്ടത്. എൻ്റെ അടുത്തുണ്ട് ഓൾറെഡി ടോയ്സ് ഉണ്ട്, ടോയ്സ് കാറുണ്ട്, പിന്നെ ഇങ്ങനത്തെ ആനിമൽസ് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ആനിമൽസ് ഉണ്ട്. അപ്പോൾ പല നമുക്ക് ഇതുപോലത്തെ കണ്ടന്റുകൾ, ഇതുപോലത്തെ ടോയ്സുകൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് റെഗുലറായിട്ട് കണ്ടന്റ് ഇടാൻ പറ്റും, വീഡിയോ ഇടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ഇതൊന്നല്ല, ഇനുണ്ട് ടോയ്സുകൾ ഇനുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇതുപോലത്തെ ചാനൽ ക്രിയേറ്റ് ചെയ്യാനും തുടങ്ങാനും വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഓൾറെഡി ടോയ്സ് മേടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സൂപ്പറായിരിക്കും. കാരണം എന്നിട്ട് നിങ്ങൾക്കും കൂടി എൻ്റെ കൂട്ടത്തിൽ തന്നെ ഓൾറെഡി മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാനപ്പോൾ അത് സമയമില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ ടോയ്സുകൾ കുറേ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് കുറേ. അപ്പോൾ അങ്ങനത്തെ കുറേ ടോയ്സുകളുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഒരൊറ്റ 2, 3, 4 ടോയ്സ് മാത്രമേ ഉള്ളൂ ഇതിൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ 2, 3, 4 ടോയ്സ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കുറച്ച് ടോയ്സുകൾ ഇങ്ങനത്തെ മേടിച്ച് വെച്ചാൽ മാത്രം മതി. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ടോയ്സുകൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ വീഡിയോ നിർമ്മിക്കാൻ പറ്റും കേട്ടോ. വീഡിയോ എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റും. വീഡിയോസ് പ്ലേ ചെയ്ത് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് എങ്ങനെയാണ്. ഇത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ മ്യൂസിക് ലോങ് വീഡിയോയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ മ്യൂസിക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മ്യൂസിക് കട്ട് ചെയ്തിട്ട് വീഡിയോ മാത്രം കാണിച്ചു തരാം. മ്യൂസിക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇത് എഡിറ്റിങ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. ഓക്കെ, ഓരോ വണ്ടികൾ അവിടെ വെക്കുന്നുണ്ട്. ഇത് എല്ലാ വീഡിയോ, ഏത് വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഷോർട്സിൽ ഇതേപോലെ ആയിരിക്കും കാണുന്നുള്ളത്. ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവത്തുള്ളൂ. ടോയ്സ് എടുക്കുന്നുണ്ട്, ടോയ്സ് ഇതുപോലത്തെ പല വീഡിയോസും ഉണ്ട് കേട്ടോ. ഇതേപോലെ വേറൊരു ചാനലും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയാണ് ടോയ്സ് വരുന്നുള്ളത്. ജസ്റ്റ് ആ ടോയ്സ് വെച്ചിട്ട് പിന്നെയും വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എല്ലാം ഒരേ കാറ്റഗറിയിൽ പെട്ടതാണ് മ്യൂസിക് ഓൾറെഡി ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീമിക്സ് കിട്ടും. ഇതിൻ്റെ സൗണ്ട് റീമിക്സ് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളെ വീഡിയോക്ക് ഉൾപ്പെടുത്താം. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്താൽ മാത്രം മതി. സൗണ്ട് ഓൾറെഡി ഇതിൽ തന്നെ ഉണ്ട്, അത് റീമിക്സ് എടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വീഡിയോ ഏതാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ചാനൽ ഏതാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ചാനൽ ഇതാണ്. ഇതിൽ പോപ്പുലർ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും 557 മില്യൺ വ്യൂസാണ്. 557 മില്യൺ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര പ്രാവശ്യം മോണിറ്റൈസേഷൻ ചെയ്തെടുക്കുക, അത്രക്കും വ്യൂസാണ് ഓൾറെഡി ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നിവിടെ കാണാൻ പറ്റും. വീഡിയോ അപ്ലോഡ് ചെയ്തത് ആകെ 470 വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഈ ചാനലിൽ. അപ്പോൾ അത് നമുക്ക് പോപ്പുലർ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് വീഡിയോ, ലാസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലും 44-54 കെ വ്യൂസ് ഉണ്ട്. അതുപോലെ ഒരു മാസം 10 ദിവസം വീഡിയോ ഇതുപോലെ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ 1 മില്യൺ വ്യൂസ് അവിടെ തന്നെ കിട്ടി. ഓക്കെ, ഒരു ദിവസം ഒരു വീഡിയോ 2 വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഈ 1 ലക്ഷം വ്യൂസ്, ഓൾറെഡി ഒരു വീഡിയോക്ക് 1 ലക്ഷം വ്യൂസ് പോലെ വെച്ചിട്ട് കണക്കൂട്ടിക്കോളൂ. നിങ്ങളൊരു മാസം ഒരു 30 വീഡിയോസ് ഇട്ട് ഒരു മാസം കൊണ്ട് തന്നെ അവിടെ എന്തായി 30 മില്യൺ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു വീഡിയോക്ക് 95 അല്ലാന്നുണ്ടെങ്കിൽ 1 ലക്ഷം വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്സിന്. അതേപോലെ അതല്ല, നിങ്ങൾക്ക് 1 ലക്ഷം വ്യൂസ് കിട്ടിയില്ല, ഒരു 50 കെ വ്യൂസ് കിട്ടിയെന്ന് വിചാരിച്ചോ. 50
50K വ്യൂസ് കിട്ടിയാൽ തന്നെ നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോക്ക് 50K വ്യൂസ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ ആയി 10 മില്യൺ, ഓൾറെഡി 10 മില്യൺ വ്യൂസ് അവിടെ തന്നെ ആയി. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ആകെ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലെല്ലാം സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് അത് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വീഡിയോ ജസ്റ്റ് ഒന്ന് വീഡിയോ പ്ലേ ചെയ്ത് ആദ്യം കാണിച്ചു തരാം കേട്ടോ. വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. വീഡിയോ ഇതാണ് സംഭവം. ഓക്കെ, ഒരു വീഡിയോ, 2 വീഡിയോ, 3 വീഡിയോ, ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ഒരു സോങ് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് മോണിറ്റൈസേഷൻ കട്ടാവത്തില്ല, ഇത് പ്രോബ്ലം ഇല്ല, യൂട്യൂബിന് പ്രോബ്ലം ഇല്ല കേട്ടോ ഇങ്ങനെ ഇടുന്നത്. ഇത് കണ്ട, നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് ശ്രദ്ധിച്ചോക്കെ. ഇതിൻ്റെ മ്യൂസിക് ആകെ ഒറ്റൊരു മ്യൂസിക് യൂസ് ചെയ്തിട്ടുള്ളൂ ഈ ചാനലിൽ. പക്ഷെ വീഡിയോസ് മാറി 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 വീഡിയോസ് ഇടുകയാണ്. ഫേസ് ഇല്ല, വോയിസ് ഇല്ല, ഒന്നുമില്ല. മോണിറ്റൈസ്ഡ് ആണ് ഈ ചാനൽ കേട്ടോ, മോണിറ്റൈസ്ഡ് ആണ്. പിന്നെ ഇതുപോലെയാണ് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ ചെയ്യേണ്ടത്. വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്തിട്ടും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉത്തമ ഉദാഹരണമാണ് ഓൾറെഡി കേട്ടോ. ഇത് സംഭവം എന്നിട്ടെങ്കിൽ ഇത് കുറച്ച് ചെറിയൊരു എഫേർട്ട് മാത്രമേ ഉള്ളൂ ഇതിന്. ആകെ ജസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ള ഒരു എഫേർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി വീഡിയോ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി ചോദിച്ചാൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു, ആ വീഡിയോ തന്നെ റിപ്പീറ്റായിട്ട് ഇടരുതെന്ന് മാത്രമേ ഉള്ളൂ. ആ വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം, ഗാലറിയിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാം. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് രണ്ടാമതും ഷൂട്ട് ചെയ്യാം. രണ്ടാമതും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ആ വീഡിയോ മുമ്പത്തെ വീഡിയോസ് പോയി. രണ്ടാമതും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ക്യാമറ ആംഗിൾ മാറും, വീഡിയോസിൻ്റെ ക്വാളിറ്റി മാറും, ഡിഫറെൻറ്റ് സ്റ്റൈലിലായിരിക്കും വരുന്നുള്ളത്. നമ്മൾ മുമ്പ് ചെയ്ത പോലെ ആയിരിക്കില്ല. അപ്പോൾ അതിന് റീയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടത്തില്ല, റിപ്പീറ്റഡ് കണ്ടൻറ്റ് വരത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതുപോലെ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം രണ്ടാമതും നമ്മളെ ഗാലറിയിൽ നിന്നും നമ്മൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഇട്ടതിന് ശേഷം അതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൂന്നാമത്തെ വീഡിയോ കൂടി ഷൂട്ട് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഓരോ വീഡിയോസും ഓരോ ഷോർട്സിന് വേണ്ടിയിട്ട് ഓരോ വീഡിയോസും ഇതുപോലെ ഷൂട്ട് ചെയ്ത് ഇട്ട് ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് ഷൂട്ട് ചെയ്ത് അതും എഡിറ്റ് ചെയ്ത് ഇട്ടു, രണ്ടാമത് ഷൂട്ട് ചെയ്തു, പിന്നെയും അത് എഡിറ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം പിന്നെയും അത് ഡിലീറ്റ് ചെയ്തു, വേറെ ഷൂട്ട് ചെയ്ത് ഇട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ കണ്ടൻറ്റ് ഒരേ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നിരന്തരമായിട്ട് വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും. അതല്ലാതെ നമ്മളൊരു പ്രാവശ്യം ഷൂട്ട് ചെയ്ത് അതേ വീഡിയോ തന്നെ രണ്ടാമത് പിന്നെയും അതേ വീഡിയോസ് തന്നെ ഇട്ട് കഴിഞ്ഞാലാണ് റീയൂസ്ഡ് കണ്ടൻറ്റ് വരുന്നുള്ളത്. അപ്പം ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ.